മലയാളികളുടെ പ്രിയ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ മണിക്കായി സ്മാരകമൊരുങ്ങുന്നു. ജന്മനാടായ തൃശൂർ ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. 3 കോടി രൂപ ചെലവിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായാണ് സ്മാരകം നിർമ്മിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. റിപ്പോർട്ടിന് ശേഷം ഗ്രൗണ്ട് സീറോ കാണാം. നമസ്കാരം. മിമിക്രി കലാകാരനായും നടനായും ഗായകനായും ആസ്വാദകരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത കലാകാരൻ, ചാലക്കുടിക്കാരനായ ചങ്ങാതി. ആരാധകരുടെ ഏറെ നാളത്തെ ആവശ്യത്തിനൊടുവിലാണ് ജന്മനാട്ടിൽ കലാഭവൻ മണിക്ക് അർഹമാകും വിധം ഒരു സ്മാരകമൊരുങ്ങുന്നത്. ഒട്ടേറെ നാളത്തെ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ചാലക്കുടി ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ എല്ലാം മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു കലാകാരനാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നാടിന് വേണ്ടി പ്രണാമം ചെയ്യുകയാണ്. അത്തരമൊരു കലാകാരന്റെ പേരിൽ ഒരു നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ ഗണത്തെത്തിച്ചപ്പോൾ പ്രസീത ചാലക്കുടിയെ ചേർത്ത് പിടിച്ചു. ഞാൻ ആ ചേർത്ത് വെച്ചത് മണിയോടുള്ള അദമ്യമായ സ്നേഹമാണ്. നഗരസഭാ ജംഗ്ഷനിൽ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയ 35 സെന്റ് ഭൂമിയിലാണ് 6500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ സ്മാരകം നിർമ്മിക്കുന്നത്. 3 കോടി രൂപ ചെലവിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായാണ് നിർമ്മാണം. ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിൽ നാടൻപാട്ട് കലകളുടെ പരിപോഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിന് സൗകര്യമുണ്ടാകും. ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ന്യൂസ് മലയാളം, തൃശൂർ.